കഴിഞ്ഞ ദിവസം കോന്നിയിലുണ്ടായ ഒരു വാഹനാപകടം, പത്തനംതിട്ട മുറിഞ്ഞകൽ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ വാഹനാപകടം, അതിൽ 4 പേർ മരിച്ചത് ഏറെ സങ്കടത്തോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. തുടർച്ചയായ വാഹനാപകടങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് ആ അപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. നമുക്കറിയാം, അതിൽ ഒരു ദമ്പതികൾ അവർ അവരുടെ കല്യാണം കഴിഞ്ഞ് സ്നേഹയാത്ര പോയി തിരികെ വരുന്ന വഴിക്കാണ് അപകടത്തിൽ പെട്ടത്. നോക്കൂ, ജീവിതം തുടങ്ങിയതേ ഉള്ളായിരുന്നു, ആ സമയത്ത് തന്നെ മരണം കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും സങ്കടകരമായ കാഴ്ച. ഈ ഞായറാഴ്ചയായിരുന്നു നിഖിൽ മത്തായി, അനു ബിജു, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരണമടഞ്ഞത്. ഇന്ന് 12:00-ക്ക് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയോനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സുജു നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. സുജു, മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞോ? എപ്പോഴാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ അവസാനിക്കുക? ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മനു, ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യം അനുവിന്റെ വീട്ടിലേക്ക് അനുവിന്റെ പിതാവിന്റെയും നിഖിലിന്റെയും മൃതദേഹം എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പന്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ നിഖിലിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മനു പറഞ്ഞതുപോലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നവംബർ 30-നായിരുന്നു ഇവരുടെ വിവാഹം. ഇന്നിപ്പോൾ ഡിസംബർ 19 ദിവസം പിന്നിടുമ്പോൾ അവരുടെ, അതായത് നിഖിലിന്റെയും അനുവിന്റെയും മൃതശരീരങ്ങൾ, ചേതനയേറ്റ ശരീരങ്ങളാണ് ഇവര് നിഖിലിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ മലേഷ്യയിലേക്ക് വിനോദയാത്രയും ഹണിമൂണിനും പോയ ശേഷം തിരികെ സുരക്ഷിതമായി തിരുവനന്തപുരം വരെ എത്തുകയും പിന്നീട് വീട്ടിലേക്ക് 10 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ളപ്പോഴാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ ഇവരുടെ ജീവൻ കവർന്നെടുത്തിരിക്കുന്നത്. അതിൽ നിഖിലിന്റെ ഭാര്യ, നവവധുവായിരിക്കുന്ന അനു, നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായി, അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ ജീവൻ കവർന്നെടുത്തത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഞായറാഴ്ച പുലർച്ചെ മുറിഞ്ഞകളിൽ വെച്ചാണ് ഈ ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. ഇവരുടെ മൃതശരീരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ, അതിന്റെ 8 മണിയോടുകൂടി തന്നെ പൊതുദർശനത്തിനായി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. അത് പിന്നീട് 12:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്യും. മനു. ശരി സുജു, ഏതായാലും ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങുകൾ ഒരു 12:30 മണിയോടുകൂടി പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും അതിൻ്റെ ചടങ്ങുകൾ, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മൃതദേഹങ്ങൾ. നേരത്തെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീടുകളിലേക്ക് എത്തിച്ച് അതിൻ്റെ മറ്റ് ശുശ്രൂഷ ചടങ്ങുകളൊക്കെ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ നിന്ന് നമ്മൾ കണ്ടത്. വിവരങ്ങളാണ് സുജു നൽകിയത്.